നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനമായിരുന്നു ക്ലബിന് വേണ്ടി നടത്തിയിരുന്നത്. ആകെ റയലിന് വേണ്ടി 39 മത്സരങ്ങൾ കളിച്ച താരം 24 ഗോളുകളും 11 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ലാലിഗയും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. വലിയ മത്സരങ്ങളിൽ തിളങ്ങി എന്നുള്ളത് തന്നെയാണ് വിനീഷ്യസിനെ മറ്റുള്ള താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ വിനീഷ്യസ് തന്നെയാണ്. അദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാമും അതുപോലെ തന്നെ റോഡ്രിയും രംഗത്തുണ്ട്. ഏതായാലും ബാലൻഡിയോറിനെ കുറിച്ചും അതുപോലെ തന്നെ ചില ബ്രസീലിയൻ ഇതിഹാസങ്ങളെക്കുറിച്ചും ഒക്കെ വിനീഷ്യസ് ജൂനിയർ ചില കാര്യങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. CNN നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ കുറച്ച് സമയം റൊണാൾഡോ നസാരിയോയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വെച്ച് ട്രെയിനിങ് നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ റൊണാൾഡോ എന്നോട് പറഞ്ഞു, നീ കുറച്ച് ദിവസം കൂടി ഇവിടെ ചിലവഴിക്കുകയാണെങ്കിൽ നിനക്ക് ബാലൻഡിയോർ നേടാൻ കഴിയും, അല്ലെങ്കിൽ ബാലൻഡിയോറിനോട് കൂടുതൽ അടുക്കാൻ പറ്റുമെന്ന്. ഒരുപാട് അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹം ബാലൻഡിയോർ നേടുകയും ചെയ്തിട്ടുണ്ട്. ബ്രസീലിയൻ ഇതിഹാസങ്ങൾ നേടിയ ബാലൻഡിയോർ സ്വന്തമാക്കാൻ എനിക്കും സാധിക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. എനിക്ക് ഉദാഹരണങ്ങളായിക്കൊണ്ട് ഇവിടെ കക്കയുണ്ട്. 2 തവണ ബാലൻഡിയോർ നേടിയ റൊണാൾഡോ നസാരിയോയുണ്ട്, റൊണാൾഡീഞ്ഞോയും അതുപോലെ തന്നെ റിവാൾഡോയും ഉണ്ട്. ഇങ്ങനെ ബാലൻഡിയോർ നേടിയ ഒരുപാട് ബ്രസീലിയൻ ഇതിഹാസങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയുമാണ് എന്നോട് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളവർ അഥവാ അടുത്തവർ. ഞാൻ ബാലൻഡിയോർ നേടേണ്ടതുണ്ട് എന്നുള്ള കാര്യം അവർ രണ്ടുപേരും എല്ലാ ദിവസവും എന്നെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ബ്രസീലിയൻ ഇതിഹാസങ്ങളുടെ എല്ലാം പിന്തുണയും സഹായവും ഇപ്പോൾ തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് വിനീഷ്യസ് ജൂനിയർ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഇത്തവണത്തെ ബാലൻഡിയോറിൽ ഒരു കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. തികച്ചും അപ്രവചനീയമായ ഒരു ബാലൻഡിയോറാണ് ഇത്തവണ നമ്മെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.